പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മാരകമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അൾത്താരയുടെ വലതുവശം മാതാവിൻ്റെ സാന്നിധ്യമുണ്ടാവും. കുരിശിൻ ചുവരിൽ നിന്നതുപോലെ മാതാവ് അൾത്താരയ്ക്ക് സമീപത്തായി ഒരു വശത്തായി നിൽക്കുന്നുണ്ടാവും. അതുപോലെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന അതേ മാതാവ് അതേ സ്നേഹവായ്പോടെ, അതേ കരുതലോടെ, അതേ വാത്സല്യത്തോടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നുണ്ടാവും. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിൽ മാതാവുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ പാടിയ ഗാനം ഇതാ ഇതാ നിൻ്റെ അമ്മ നമ്മുടെ തകർച്ചയിൽ നമ്മെ ആശ്വസിപ്പിക്കാനും കണ്ണീരൊപ്പുവാനും സാന്ത്വനം നൽകുവാനും സൗഖ്യം നൽകുവാനും കഴിവുള്ളവളാണ് നമ്മുടെ അമ്മ. അതിനാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഏതാണ്ട് തൻ്റെ അവസാനത്തെ സമ്മാനമെന്ന വണ്ണം അമ്മയെ നമുക്കായി നൽകിയത്. കർത്താവ് നമുക്ക് നൽകിയ വലിയ സമ്മാനങ്ങൾ, പ്രത്യേകമായും അന്ത്യനിമിഷങ്ങളെടുത്തപ്പോൾ അന്ത്യത്താഴ് സമയത്ത് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകി. അവിടെ നിന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് വലിയ വാഗ്ദാനം ചെയ്തു. ഞാൻ പോയി കഴിയുമ്പോൾ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ പറഞ്ഞതെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. പിതാവ് നിങ്ങളെ തനിച്ചാക്കുകയില്ല. ഞാൻ നിങ്ങളെ തനിച്ചാക്കിയിട്ട് പോവുകയല്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയാണെന്ന് പറയാം അവസാന നിമിഷങ്ങളിൽ. അങ്ങനെ നൽകിയ സമ്മാനങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി എന്നത്. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. മാതാവ് യേശു ഏൽപ്പിച്ച ദൗത്യം അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഹൃദയപൂർവ്വം അത് ഏറ്റുവാങ്ങി. ആ നിമിഷം മുതൽ വാസ്തവത്തിൽ മാതാവ് മനുഷ്യനെക്കുറിച്ച് ഉത്കണ്ഠാകുലയാണ്, ആകുലചിത്തയാണ്. എല്ലാ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും വരാൻ പോകുന്ന ഭവിഷ്യത്തുകളിലും ആപത്തുകളിലുമൊക്കെ മാതാവ് മുൻകൂട്ടി വന്ന് ഓടി നടന്ന് മുന്നറിയിപ്പ് നൽകി നമുക്ക് പോം വഴികളും പ്രതിവിധികളും നിർദ്ദേശിച്ച് നമ്മെ രക്ഷിക്കുവാൻ നിരന്തരം അമ്മ അതിൽ പൂർണ്ണമായും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകൻ അവസാന നിമിഷം ഏൽപ്പിച്ച ആ ദൗത്യം മറക്കുവാൻ മാതാവിന് ഒരിക്കലും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം മുഴുവൻ നോക്കിയാൽ എവിടെയൊക്കെ മനുഷ്യകുലത്തിന് ആപത്ത് വരാൻ പോകുന്നു, തകർച്ചയുണ്ടാകാൻ പോകുന്നു, നാശമുണ്ടാകാൻ പോകുന്നു, അവിടെയെല്ലാം മാതാവ് മുൻകൂട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഏതാണ്ട് സ്വർഗത്തിൽ മാതാവിന് ഇരിക്കപ്പൊറുതി ഇല്ലാത്തതുപോലെയാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ആവലാതിയാണ്. മനുഷ്യനെങ്ങനെ സഹായിക്കണം, ഏതു വിധത്തിൽ ഈ
വലിയ ഭവിഷ്യത്തുകൾ ഒഴിവാക്കി ജീവിക്കുവാൻ മനുഷ്യന് ഉപദേശിക്കണം. അതാണ് മാതാവിൻ്റെ ആവശ്യക്ക് മുഴുവനും. അങ്ങനെ മാതാവ് പലപ്പോഴായിട്ട് വിവിധ ഭാഗങ്ങളിലായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തകർച്ചകളും വ്യാധികളും യുദ്ധ ഭീഷണികളും ഒക്കെ ഉണ്ടാവുമ്പോൾ മാതാവ് അവിടേക്ക് കടന്നു വരുന്നു. മാതാവ് സഹായിക്കാൻ തയ്യാറായി വരുന്നു. മകനെ മകളെ എന്ന് വാത്സല്യപൂർവ്വം ഒരമ്മയുടെ തീക്ഷ്ണമായ വാത്സല്യത്തോടുകൂടെ തന്നെ നമ്മൾ വിളിച്ചുകൊണ്ടാണ് ഈ അമ്മ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാതാവ് കടന്നു വന്ന സംഭവങ്ങളിൽ ഒന്നാണ് 1251 ജൂലൈ 16 നടന്നത്. എന്തായിരുന്നു 1251 ജൂലൈ 16 നടന്നത്? വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉത്തിരിയും നൽകുന്നു. അന്ന് സൈമൺ സ്റ്റോക്ക് കർമ്മലീത്ത സഭയുടെ പ്രിയോർ ജനറലായിരുന്നു. കർമ്മലീത്ത സഭ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനും അതിജീവിക്കുവാനും തൻ്റെ മക്കളെ എങ്ങനെ സഹായിക്കണമെന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ടാണ് മാതാവ് അന്ന് അവിടെ കടന്നു വന്നത്. എന്നിട്ട് ഈ കർമ്മല വസ്ത്രം ഒത്തിരിയും സൈമൺ സ്റ്റോക്കിനെ ഏൽപ്പിക്കുന്നു. ഇത് എൻ്റെ വസ്ത്രമാകുന്നു. മാതാവ് തൻ്റെ സ്വന്തം വസ്ത്രം നമുക്ക് നൽകുകയാണ്. അപ്പം അത്രയ്ക്ക് വലിയ വ്യക്തിപരമായ ആഴമേറിയ ആത്മാർത്ഥമായ സ്നേഹമാണ് മാതാവിന് മനുഷ്യകുലത്തോടുള്ളത്. കാരണം കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ കുരിശ് കിടന്നുകൊണ്ട് പ്രാണവേദന അനുഭവിച്ച നിമിഷത്തിൽ ആ വലിയ വ്യഥയുടെ നിമിഷങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചതാണ് ഈ മകനെ, അതായത് നമ്മളെ ഓരോരുത്തരെയും. അപ്പോൾ അത് അത്രയ്ക്ക് ആഴമായി തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മാതാവിന് മനുഷ്യകുലത്തിന് ഒരു വിപത്ത് വരുന്നത് കാണുമ്പോൾ അടങ്ങിയിരിക്കാനാവില്ല. ഇവിടെ കർമ്മലീത്ത സഭ നാമാവശേഷമാകാൻ പോകുന്നു. പല വിധത്തിലുമുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. കർമ്മലീത്ത സഭയിലായിരുന്നു കർമ്മലീത്ത സന്യാസിമാർ ജീവിച്ചിരുന്നത് ഏലിയ പ്രവാചകൻ്റെ കാലം മുതലേ. പക്ഷെ പിന്നീട് തുർക്കികളുടെ ആക്രമണം, ഇന്നത്തെ പലസ്തീനയിലായിരുന്നു കർമ്മലമല. അവിടെയാണ് കർമ്മല സഭ സംസ്ഥാപിതമായത്. തുർക്കികളുടെ ആക്രമണം മൂലം ഇവർക്ക് അവിടെ വിട്ട് ഓടിപ്പോരേണ്ടി വന്നു. വളരെ പേര് രക്തസാക്ഷികളായി മരിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. കുറേ പേര് ഇംഗ്ലണ്ടിൽ ചെന്നിരുന്നു. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അവിടെ ആശ്രമം സ്ഥാപിച്ചു. പക്ഷെ അവിടെയും സഭയുടെ സ്ഥിതി ശോഭനമായിരുന്നില്ല. ആകെ ആകുലതകൾ നിറഞ്ഞ, അസ്വസ്ഥതകൾ നിറഞ്ഞ, ആശങ്കകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്. അപ്പോഴാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സന്നിധാനത്തിൽ ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും അമ്മേ, അങ്ങയുടെ മക്കളായ ഈ കർമ്മലീത്തരെ രക്ഷിക്കണമേ, ഭാവി സുരക്ഷിതമാക്കണമേ, അപകടത്തിൻ്റേതായ കാർമേഘങ്ങളെ അങ്ങ് പായിച്ചു കളയണമേ, പ്രകാശവും വെളിച്ചവും ജീവനും നൽകി രക്ഷിക്കണമേ എന്ന അർത്ഥത്തിൽ വളരെ ഹൃദയപൂർവ്വം വിശുദ്ധൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ജൂലൈ 16 മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ഒത്തിരിയും സൈമൺ സ്റ്റോക്കിനെ ഏൽപ്പിക്കുന്നത്. ഈ ഒത്തിരിയും സ്വീകരിച്ച് കൊടുത്തുകൊണ്ട് മാതാവ് പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യം, ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യ നരകാഗ്നിയിൽ പതിക്കുകയില്ല.
വളരെ ശക്തമായ, വളരെ ഉപകാരപ്രദമായ, ആശ്വാസദായകമായ ഒരു വാഗ്ദാനമാണ് മാതാവ് നൽകിയത്. കാരണം നിത്യജീവൻ പ്രാപിക്കുക, നിത്യനാശത്തിൽ പെടാതെ രക്ഷപ്പെടുക, അതാണ് മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലെ ലക്ഷ്യം തന്നെയെന്ന് പറയും. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ പാലിച്ച് തന്നെ ശുശ്രൂഷിച്ച് നിത്യമായി അവിടുത്തെ കണ്ട് ആനന്ദിക്കുവാൻ. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. അതിനുവേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത്. ഒരു സ്വർഗം നമുക്കായി തുറന്നു വെച്ചുകൊണ്ട് പിതാവ് ദൈവം കാത്തിരിക്കുകയാണ്. പക്ഷെ അതിന് കെണിയേരിക്കൊണ്ട് സാത്താൻ തൻ്റെ പ്രവർത്തനം തുടരുന്നത് മൂലം അനേകർക്ക് ഈ നിത്യരക്ഷയിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വരുന്നു. പലരും കാലിലൊരു വീഴുന്നു, പലരും നിത്യനാശത്തിൽ നിബന്ധിക്കുന്നു. ഇത് തടയുവാനുള്ള മാർഗമായിട്ടാണ് മാതാവ് ഈ തിരുവുത്തിരിയെ നൽകുന്നത്. അപ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് വളരെ പ്രായോഗികമായ, ഭൗതികമായ ഒരു ലക്ഷ്യത്തിനും നിലനിൽപ്പിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും അതിനേക്കാളൊക്കെ വളരെ വളരെ വലിയ ആവശ്യമായ ഒരു കാര്യം മാതാവ് മുൻകൂട്ടി കണ്ടു. മാതാവ് വാഗ്ദാനം ചെയ്യുന്നു, നിത്യനാശത്തിൽ നിബന്ധിക്കുകയില്ല. പിന്നെ വീണ്ടും മറ്റ് വാഗ്ദാനങ്ങൾ മാതാവ് അവിടെ നൽകുന്നുണ്ട്. അപകടങ്ങളിൽ സംരക്ഷണം നൽകും, എന്നും കൂടി ഉണ്ടാകും, മാതാവിൻ്റെ പ്രത്യേകമായ മാതൃവാത്സല്യമുണ്ടാകും. ഇതെല്ലാം ആ വാഗ്ദാനത്തിൽ പെടുന്നുണ്ടായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ജോൺ 22 മാർപ്പാപ്പയ്ക്ക് മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതായത് ഒത്തിരി ഭക്തർക്ക് മരണശേഷം അടുത്തു വരുന്ന ശനിയാഴ്ച മാതാവ് അവരെ ശുദ്ധീയ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് അവരെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. മരണ ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച, അതുകൊണ്ട് അതിന് ശനിയാഴ്ച വരം എന്ന് പറയാറുണ്ട്. ദി സാബറ്റൈൻ പ്രിവിലേജ്, ശനിയാഴ്ച വരം. ഒത്തിരി ഭക്തർക്കായി മാതാവ് നൽകിയിരിക്കുന്ന പ്രത്യേകമായ ഒരു ആനുകൂല്യം, അനുഗ്രഹവുമാണ്. അപ്പോൾ ശിക്ഷയുടെ കാലയളവ്, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലയളവ് എത്ര വലുതായിരുന്നാലും എത്ര സുദീർഘമായിരുന്നാലും അത് അങ്ങേയറ്റം വെട്ടിച്ചുരുക്കി ഒരാഴ്ചയാക്കുന്നു. മരിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആ വിശുദ്ധീകരണ സഹനത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നു, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായി നമ്മൾ വളരെയേറെ താല്പര്യപൂർവ്വം മാനിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അത് ധ്യാനിച്ച് അതിൻ്റെ ആന്തരാർത്ഥം കൂടുതൽ മനസ്സിൽ ആഴത്തിൽ പതിച്ചെടുക്കേണ്ടതാണ്. പലരും അതിനെക്കുറിച്ച് പല അപവാദങ്ങളും പറയാറുണ്ട്. ഇതൊന്നും വാസ്തവമായിട്ടുള്ളതല്ല. മാതാവ് സ്വർഗത്തിൽ നിന്ന് എങ്ങനെയാണ് ഒത്തിരിയുമായിട്ട് വരിക? സ്വർഗം ഒരു ആത്മീയമായ പക്ഷേ സ്പിരിച്വൽ വേൾഡ്. ഒത്തിരി എന്ന് പറയുന്ന ഒരു ഭൗതിക വസ്തു. ഭൗതിക വസ്തു എങ്ങനെ സ്വർഗത്തിലായിരിക്കും? സ്വർഗത്തിൽ നിന്ന് എങ്ങനെയത് ഭൂമിയിലേക്ക് കൊണ്ടുവരും? എന്നിങ്ങനെയൊക്കെ വളരെ വളരെ ബാലിശമായ എതിർവാദം ഉന്നയിച്ചുകൊണ്ട് ഒത്തിരിയ വിശ്വാസം, ഒത്തിരിയ പാരമ്പര്യം അതിനെ തകർക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ചരിത്രപരമായ തെളിവുകളില്ല, ചരിത്രമായ തെളിവുകൾ പോരാ എന്നൊക്കെ പറഞ്ഞ് ഈ തിരുവുത്തിരിയത്തെ തള്ളിപ്പറയുവാൻ പരിശ്രമിക്കുന്നവരോട് അധികം തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം അത് മനസ്സിലാകാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ്. അവിടെ വളരെ കൃത്യമായി നമുക്കറിയാം,
മാതാവിൻ്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹം, ഒരു പ്രത്യേകമായ ആത്മീയ അനുഭവം, ഒരു പ്രത്യേകമായ സുഖീയ അനുഭൂതി. ആ അവസരത്തിൽ മാതാവ് നൽകുന്ന ഒരു പ്രത്യേകമായ സമ്മാനം, നീതി, അതിന് ബാഹ്യമായ അടയാളം ഒത്തിരിയും എന്നൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ധാരാളം മതി. അതോടൊപ്പം ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകുന്ന, തെളിവുകളുടെ പിന്നാലെ പോകുന്ന ശാസ്ത്രജ്ഞന്മാരുടെ തെളിവുകളാവുന്ന അഭിപ്രായങ്ങളല്ല നമുക്ക് പ്രധാനം. നമുക്ക് പ്രധാനം സഭയുടെ ഔദ്യോഗികമായ പഠനമാണ്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടുണ്ട് ഉത്തിരിയത്തിൻ്റെ വില, ഉത്തിരിയത്തിൻ്റെ പ്രാധാന്യം, ഉത്തിരിയത്തിൻ്റെ ശക്തി, മാതാവ് എങ്ങനെ ഉത്തിരിയത്തിന് പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ മാർപ്പാപ്പയുടെ അംഗീകാരവും പ്രോത്സാഹനവും മാതൃകകളും ഒക്കെയുണ്ട്. എത്രയോ മാർപ്പാപ്പമാർ ഇതിൽ ഈ ഉത്തിരിയ സഖ്യത്തിൽ അംഗങ്ങളായിരുന്നിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം 2001 ഈ ഉത്തിരീയ സംഭവത്തിൻ്റെ ദർശനത്തിൻ്റെ 750-ാം വർഷം ആചരിച്ചു. അന്ന് ലോകമെമ്പാടും കത്തോലിക്ക സഭയിൽ അത് വളരെ പ്രത്യേകമായി അത് കൊണ്ടാടുകയുണ്ടായി. 750-ാം വർഷം. അന്ന് അദ്ദേഹം വളരെ ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായി പറഞ്ഞത്, ഞാൻ ഇന്നും ഭക്തിയോടുകൂടെ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഉത്തിരിയും ധരിക്കുന്നു. എനിക്ക് പല വിഷമസന്ധികളിലും അപകടസന്ധികളിലും ആശ്വാസവും സംരക്ഷണവും നൽകിയത് ഈ ഉത്തിരിയമാണ്. അത് ഞാൻ അഭിമാനം കൊള്ളുന്നു. മാർപ്പാപ്പ വളരെ വ്യക്തമായി അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ പിയൂസ് 12-ാമൻ മാർപ്പാപ്പ 1951 ആണ്ട്, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ജൂബിലി വർഷം ആഘോഷിച്ചതിൻ്റെ 50 വർഷം മുൻപ് ഉത്തിരീയ ദർശനത്തിൻ്റെ 700-ാം വാർഷികം ആചരിച്ചു. 1251 മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 1951 ആയപ്പോൾ 700 വർഷമായി. ഈ 700-ാം ആണ്ട് ഒരു ജൂബിലി വർഷമായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും അന്നും ഇതുപോലെ തന്നെ ഉത്തിരീയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വില, സഭ മക്കൾ അത് വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ വളരെ വ്യക്തമായി അന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്നോളമുള്ള ഈ 780-ഓളം വർഷമായി ഈ ഉത്തിരീയം ഭക്തി സഭയിൽ വളരുന്നത്. ഇത് 1251 സുവിശുദ്ധ സൈമൺ സ്റ്റോക്കിനാണ് മാതാവ് ഉത്തിരീയം നൽകിയതെന്ന് നമുക്ക് ചരിത്രം തെളിയിക്കുന്നു. അത് സ്വീകരിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം സ്ഥലത്തെ മെത്രാനെ കാണുവാൻ, മാതാവിൻ്റെ ഈ ദാനത്തെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച്, വാഗ്ദാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാൻ, മെത്രാനെ അറിയിക്കുവാനായി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു സംഭവം നടന്നു. ഉത്തിരിയും കൊണ്ട് നടക്കുന്ന ആദ്യത്തെ അത്ഭുതമായിരുന്നു അത്. ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മരണക്കിടയ്ക്ക് സമീപമായിരുന്നു. വളരെ ദുർമാതൃകപരമായി ജീവിച്ചിരുന്നു, വിശ്വാസമില്ലാതെ ജീവിച്ചിരുന്നു. മരണക്കിടക്കിലായിട്ട് പോലും, അതും ഒരു കലഹത്തിൽ, ഒരു ബഹളത്തിൽ അപകടപ്പെട്ട് മുറിവേറ്റതാണ് മരണകാരണം. മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുകയാണ്. പക്ഷെ അവിടെ കിടന്നുകൊണ്ടും ദൈവത്തെ ശപിക്കുകയും പ്രാകുകയും സഭയെ നിന്ദിക്കുകയും ഹുദാശകളെ വെറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ശാപവാക്കുകൾ, ദൈവം നിന്ന വാക്കുകൾ നിരന്തരം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അനിയൻ അച്ഛനാണ്, വീട്ടുകാരും ഒക്കെയുണ്ട്, കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുന്നു. അവർക്ക് വളരെ വിഷമിക്കുന്നു, എന്തു ചെയ്യണമെന്നറിയാതെ.
അപ്പോൾ ഈ അച്ഛൻ്റെ ചെവിട്ടിൽ ആരോ മന്ത്രിച്ചു ചെന്ന് സൈമൺ സ്റ്റോക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് വരിക. ആ ശബ്ദം ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ മുഴങ്ങി. ആരെങ്കിലും പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് തോന്നിയതായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിച്ച് അദ്ദേഹം അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ ശബ്ദം ചെന്ന് സൈമൺ സ്റ്റോക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് വരിക. മനസ്സിന് അല്പം ഒരു ചാഞ്ചല്യമുണ്ടായി, എന്നാലും അവിടെ തന്നെ നിന്നു. ഇത് തന്നോട് വ്യക്തിപരമായിട്ട് ആരോ പറയുന്നതായിരിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ മൂന്നാം പ്രാവശ്യവും അത് ആവർത്തിച്ചു. ചെന്ന് സൈമൺ സ്റ്റോക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് വരിക. അദ്ദേഹം ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. ഈ സൈമൺ സ്റ്റോക്ക് അച്ഛനെ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് മെത്രാസിന് അരമനയിലേക്ക് പോകുന്ന വഴിക്ക് ഈ അച്ഛനെ കണ്ടു, സൈമൺ സ്റ്റോക്ക് അച്ഛനെ. ഇദ്ദേഹം കാര്യം പറഞ്ഞു. ജ്യേഷ്ഠൻ വളരെ അപകടകരമായ രീതിയിൽ അത്യാസന്ന നിലയിലായിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നില്ല, കൂദാശ സ്വീകരിക്കുന്നില്ല, ദൈവനിന്ദകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങ് വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം മുന്നേ തന്നെ മാതാവ് കൊടുത്ത വെന്തീഞ്ഞി ഉണ്ടായിരുന്നു, ഉത്തരീയം. ആ ഉത്തരീയവുമായിട്ട് ഈ രോഗിയുടെ അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹത്തെ കണ്ടിയുടനെ ഈ രോഗി പതിവ് പോലെ വൈദികരെയും മറ്റും കാണുമ്പോൾ ശാപവാക്ക് ഉച്ചരിക്കുന്നത് പോലെ വളരെ നിന്ദപൂർവമായ വാക്കുകൾ പറഞ്ഞ് പരിഹസിക്കുവാനും വെറുപ്പ് കാണിക്കുവാനും തുടങ്ങി. തൻ്റെ ഉപദേശമൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ചെയ്തത് മാതാവ് നൽകിയ ആ ഉത്തരീയത്തിൻ്റെ വലിയ നീണ്ട അങ്കിയായിരുന്നു ഈ ഉത്തരീയമായിട്ടൊന്ന് ധരിച്ചിരുന്നത്. അതിൻ്റെ ഒരറ്റം എടുത്ത് ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ ദേഹത്ത് നെഞ്ചത്ത് വച്ചു. എന്നിട്ട് മൗനമായി പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് കണ്ടത്. ശാപവാക്കുകൾ നിർത്തി, വെറുപ്പും വിദ്വേഷവും മാഞ്ഞുപോയി. മുഖത്ത് മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ സംഭവിച്ചത് അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു, എന്നെ കുമ്പസാരിക്കണം. സൈമൺ സ്റ്റോക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിച്ചു. അങ്ങനെ നല്ലൊരു മാനസാന്തര അനുഭവമുണ്ടായി. 2 ദിവസത്തിനകം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ഉത്തരീയത്തിലൂടെ മാതാവ് കാണിച്ച ആദ്യത്തെ അത്ഭുതം. പിന്നീട് അനേകം അത്ഭുതങ്ങൾ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്, കപ്പൽ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടുന്നത്, യുദ്ധക്കളത്തിൽ വെടിയുണ്ടായിട്ട് മരിക്കാറായിട്ടും അവിടെ പടയാളിയുടെ കവചം മാറ്റിയപ്പോൾ ഈ ശത്രുവിൻ്റെ വെടിയുണ്ട ഈ വെന്തിഞ്ഞിയിൽ പതിച്ചിട്ട് അത് പിന്നീട് ഉള്ളിലേക്ക് അകത്തേക്ക് പോവാതെ അത് നിലത്ത് വീണിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ വളരെ വളരെ അത്ഭുതങ്ങൾ, നിരന്തരമായ അത്ഭുതങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഭക്തി വളരെയേറെ പ്രചരിച്ചു. വളരെ എളുപ്പം അത് പ്രചാരത്തിലായി. ആയിരങ്ങൾ ഈ ഭക്തിയിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഈ കർമ്മല ഉത്തരീയം കർമ്മലീത്ത സഭയിൽ അംഗങ്ങൾക്ക് വേണ്ടി മാതാവ് നൽകിയതാണ് എന്ന് പറയുന്നുവെങ്കിലും സഭ മുഴുവനും ആ ഭക്തി വ്യാപിച്ചത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ കടന്നു വന്ന കർമ്മലീത്ത മിഷനറിമാർ ഈ ഭക്തി പ്രചരിപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ഒരു കാലത്ത് വെന്തീഞ്ഞ് ധരിക്കാത്ത ഒരു കത്തോലിക്കൻ ഉണ്ടാകുമായിരുന്നില്ല. കഴുത്തിൽ വെന്തീഞ്ഞ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ കത്തോലിക്കനാണ്. കഴുത്തിൽ വെന്തീഞ്ഞ് ഇല്ലെങ്കിൽ ഉറപ്പാണ് അവൻ കത്തോലിക്കനല്ല. അത്രയും കത്തോലിക്ക ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കണ്ടിരുന്ന ഒന്നാണ് തിരുവുത്തിരിയും. പക്ഷെ പിന്നീട് ആ സ്ഥിതിയൊക്കെ മാറിപ്പോകുന്നു. നമുക്കറിയാം, എങ്ങനെയെങ്കിലും ഈ മാതാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ ജപമാലയിൽ നിന്നും തിരുവുത്തിരിയിൽ നിന്നും അതുപോലെ തന്നെ കുംഭസാരമെന്ന കൂദാശയിൽ നിന്നും മനുഷ്യനെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്തണം. അതിനുള്ള സകല തന്ത്രങ്ങളും സാത്താൻ പ്രയോഗിക്കും. അത്
നമ്മുടെ ഈ കേരളത്തിലും ഭരിച്ചു. സാത്താന്യ പ്രവർത്തനത്തിന് വളരെ എളുപ്പം മനുഷ്യർ വശമുതരായി വെന്തിഞ്ഞ് ഉപേക്ഷിക്കുവാൻ തുടങ്ങി. ക്രമേണ വെന്തിഞ്ഞെന്നൊന്ന് കത്തോലിക്കൻ്റെ കഴുത്തിൽ കാണാതെയായി. പകരം ജപമാല സ്ഥാനം പിടിച്ചു. പക്ഷെ മാതാവ് ഏത് ഉദ്ദേശത്തിന് വേണ്ടി ജപമാല നൽകിയോ ആ ഉദ്ദേശത്തിന് വേണ്ടിയല്ല, ഒരു ഫാഷനായിട്ട്, ഫാഷൻ റോസറി എന്നാണ് അതിന് പറയപ്പെടുന്നത്. സാരിയുടെയും മറ്റു വസ്ത്രത്തിൻ്റെയും ഒക്കെ നിറത്തിനനുസരിച്ചുള്ള ജപമാല ധരിക്കുക. ജപമാല ചൊല്ലുന്ന പതിവ് ഇല്ലേയില്ല. ബാഹ്യമായ മോടിക്ക് വേണ്ടി പല കളറിലുള്ള ജപമാല ധരിക്കുക. ഇങ്ങനെയൊക്കെ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി മാതാവ് ഈ ദൈവികമായ അനുഗ്രഹം നൽകുകയോ ആ ഉദ്ദേശം തടഞ്ഞു കളയുവാൻ, തടഞ്ഞു നിർത്തുവാൻ സാത്താൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. വാസ്തവത്തിൽ ഈ ഉത്തരീയം ധരിക്കുമ്പോൾ 12-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്നതാണ്, ഉത്തരീയം ധരിക്കുന്നത് വഴി നമ്മെ തന്നെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരാണ് നമ്മൾ ഉത്തരീയം ധരിക്കുമ്പോൾ. അപ്പോൾ ഈ ഉത്തരീയം ധരിക്കുന്ന വഴി പല കാര്യങ്ങളും. ഒന്ന്, നമ്മെ തന്നെ മാതാവിന് പ്രതിഷ്ഠിക്കുന്നു. നമ്മൾ ഏറ്റുപറയുകയാണ്, മാതാവേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. ഇത് വിശുദ്ധ മരിയ ഭക്തനായ ആ വിശുദ്ധൻ പറഞ്ഞത്, തോത്തൂസ് തൂസ്, ഞാൻ പൂർണ്ണമായും അങ്ങയുടേത്. ലൂയിസ് മോൺഫോർട്ട് എന്ന വിശുദ്ധനാണ് ഈ പദപ്രയോഗത്തിൻ്റെ ആദ്യ ഉപയോക്താവ്. അത് ജോൺ 23-ാം മാർപ്പാപ്പ സ്വന്തം കുലമുദ്രയിൽ ചേർത്ത് വച്ചു. അങ്ങനെ അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞു, തോത്തൂസ് തൂസ്, മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ അധരം കൊണ്ടോ നാവ് കൊണ്ടോ പറയാതെ തന്നെ പറയുകയാണ് ഈ ഉത്തരീയം ധരിക്കുമ്പോൾ. ഞാൻ അങ്ങയുടേതാണ്, എന്നെ തന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് നൽകുന്നു. അങ്ങയെ ഞാൻ എൻ്റെ അമ്മയും നാഥയും രാജ്ഞിയും ഒക്കെയായി സ്വീകരിക്കുന്നു. അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു, അങ്ങനെ പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നു. ഇങ്ങനെയുള്ള സുഹൃദീപങ്ങൾ തുടർച്ചയായി ചൊല്ലുന്നത് പോലെയാണ് നമ്മൾ ഈ ഉത്തരീയം ധരിക്കുമ്പോൾ. അതുപോലെ ഉത്തരീയം ധരിക്കുമ്പോൾ മാതാവ് നമുക്കും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. മകനെ, മകളെ, നിന്നെ ഞാൻ എൻ്റെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ മാതാവിന് സ്വന്തമാണ്. മാതാവ് നമ്മെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഉത്തരീയം. കുരിശിൻ ചൂടിൽ വെച്ച് മാതാവിന് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. മാതാവ് അത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തു ആ ദൗത്യം. അതുകൊണ്ട് മാതാവ് നമ്മെ തന്നെ സ്വന്തമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞതിൽ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, തൻ്റെ ദിവ്യസുതന് ആനന്ദം പകരുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മെ വെറുതെ വിട്ടുകളയുവാൻ ഈ അമ്മ തയ്യാറാവുകയില്ല. നമ്മെ തന്നെ പൂർണ്ണമായും മാതാവിന് സമർപ്പിക്കുവാനുള്ള ഒരു പ്രത്യേകമായ മാർഗം, പ്രത്യേകമായ ഉപാധി, അതാണ് തിരുവുത്തിരീയം. അപ്പം നമ്മൾ മാതാവ് നമ്മെ സ്വീകരിക്കുന്നു, നമ്മൾ നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കുന്നു. ഈ ഉത്തരീയത്തിൻ്റെ 2 തട്ടുകൾ, ഒന്ന് നമ്മുടെ നെഞ്ചത്തും മറ്റു നമ്മളുടെ പുറത്തും ആയിരിക്കത്തക്കവണ്ണമാണ് നമ്മൾ ഉത്തരീയം ധരിക്കുന്നത്. അതിൻ്റെ കൊണ്ട് സൂചിപ്പിക്കുന്നത് മാതാവ് തൻ്റെ ഒരു കരം നമ്മുടെ നെഞ്ചത്തും മറുകരം പുറത്തും വച്ചുകൊണ്ട് നമ്മെ സുരക്ഷിതരായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബാഹ്യമായ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന ഉത്തരീയം. അപ്പം ഈ രീതിയിൽ ഉത്തരീയം ധരിക്കുക. ഉത്തരീയത്തിൽ മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം, പ്രത്യേകമായ ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കുക.
തീർച്ചയായും അത് നമുക്ക് വളരെയധികം ആശ്വാസവും സാന്ത്വനവും ധൈര്യവും അപകടങ്ങൾ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു പ്രത്യേകമായ സ്വർഗീയ ശക്തിവിശേഷവും നമുക്ക് നൽകുന്നതാണ്. ആ ദൈവികമായ ശക്തി നമുക്ക് നിരന്തരം മാതാവ് നൽകും. കാരണം മാതാവ് നമ്മെ തൻ്റെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഉത്തിരിയം നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഉത്തിരിയം നൽകാറുണ്ട്. പണ്ടൊക്കെ അത് ചെയ്തിരുന്നത് ആദ്യ കുർബാന സ്വീകരണത്തോടുകൂടെ എല്ലാ കുട്ടികളെയും ഉത്തിരിയ സഖ്യത്തിൽ അംഗങ്ങളാക്കുകയായിരുന്നു. അതിന് പ്രത്യേകമായ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉത്തിരിയ സഖ്യത്തിൽ പേര് ചേർക്കുമായിരുന്നു. ഉത്തിരിയ സഖ്യം ചേരുന്നതിൻ്റെ അടയാളമായി വൈദികൻ തന്നെ കഴുത്തിൽ അവിധി ധരിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു പ്രത്യേകമായ രീതിക്ക് ക്രമേണ മാറ്റം വന്നു. അങ്ങനെ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെയായി കഷ്ടിച്ച് വിന്തിഞ്ഞെടുത്ത് കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കുന്ന രീതി മാത്രമായി. അതിനപ്പുറം വേറെ വിന്തിഞ്ഞയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ വിന്തിഞ്ഞ് ധരിക്കുന്നത് വഴി ലഭിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തെക്കുറിച്ചോ മാതാവിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ശക്തി കിട്ടും എന്നുള്ള ഒരു ബോധ്യമോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാകാതെയുമായി. അതുകൊണ്ടാവാം വളരുന്ന തലമുറയ്ക്ക് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഏതാണ്ട് 2-3 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ച വിന്തിഞ്ഞ് ധരിക്കും. അതോടെ ആ വിന്തിഞ്ഞുള്ള ഭക്തിയും ഇല്ലാതാകും. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥിതി തീർച്ചയായും പാടെ മാറണം. സാത്താനെ സന്തോഷിപ്പിക്കുന്ന ഒരു രീതിയാണ്, മാതാവിനെ വേദനിപ്പിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ സാത്താനെ സന്തോഷിപ്പിക്കാനല്ല, മാതാവിൻ്റെ മക്കളെ ജീവിക്കുന്നതിൽ മാതാവിന് അഭിമാനം പകരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാവണം. ഈ ഒത്തിരിയും നമ്മൾ ഒത്തിരി സഖ്യത്തിൽ ചേരുമ്പോൾ നമ്മെ ധരിപ്പിച്ചുകൊണ്ട് ഒത്തിരി സഖ്യത്തിൽ ചേർക്കുന്ന വചന പ്രാർത്ഥന പറ്റിയും ചൊല്ലുന്നു, നമ്മെ ധരിപ്പിക്കുന്നു. അതോടുകൂടി നമ്മൾ പ്രത്യേകമായി മാതാവിന് പ്രതിഷ്ഠിതരായിത്തീരും. അങ്ങനെ പ്രതിഷ്ഠിതരായി തീർന്ന് നമ്മൾ ധരിക്കുന്ന ഒത്തിരിയും പഴയിപ്പോയാലും കീറിപ്പോയാലും പൊട്ടിപ്പോയാലും നമുക്ക് വേറൊന്നും മാറിയെടുക്കാം. അച്ഛൻ്റെ പ്രത്യേകമായ ആശീർവാദം വേണമെന്നില്ല. കാരണം നമ്മൾ ഈ സഖ്യത്ത് ചേരുന്നത് വഴി നമ്മളെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. ആ മാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമായി നമ്മൾ സ്വീകരിക്കുന്ന വെന്തീഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് കീറിപ്പോയി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയും ധരിക്കാതിരിക്കരുത്. ഉടനെ വേറെ ഒത്തിരിയും വാങ്ങി ധരിക്കാൻ നോക്കുക. ഇനി ഒരച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കാൻ സാധിച്ചാൽ അത്രയും കുറേ കൂടി നല്ലതാണ്. നമുക്ക് തന്നെ ഒരു ആത്മീയമായ സംതൃപ്തി നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒത്തിരിയും നിരന്തരം ധരിക്കാൻ നമ്മൾ തയ്യാറ്. നേരത്തെ നമ്മൾ പറഞ്ഞു ശനിയാഴ്ച വരെ 3 വ്യവസ്ഥകളാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച, അതായത് മരിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച നമ്മൾ ശുദ്ധീയ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കപ്പെടും, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടും. അതിനുള്ള വ്യവസ്ഥകളൊന്നിതാണ്, നിരന്തരം ഒത്തിരിയും ധരിക്കണം. ഒത്തിരിയും ധരിക്കുന്നതിൽ ഒരു വൈമനസ്യമോ താല്പര്യക്കുറവോ മടുപ്പോ കാണിക്കരുത്. ചിലപ്പോൾ സംശയം ചോദിക്കാൻ കുളിക്കുമ്പോൾ മാറ്റാമോ, അല്ലെങ്കിൽ അത് മോശമായി പോകുന്നില്ല എന്നൊക്കെ. നമ്മൾ സാധാരണ നിലയിൽ ഇന്നത്തെ രീതിയിലാണെങ്കിൽ കുളിമുറിയിലാണ്, വീട്ടിലാണ് കുളിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒന്ന് ഊരി വെച്ചാലും വലിയ തകരാറ് വരുന്നില്ല. പക്ഷേ പുഴയിൽ കുളിക്കാനോ കുളത്തിൽ കുളിക്കാനോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഒത്തിരിയും ധരിച്ചുകൊണ്ട് തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ അതല്ലാത്ത പക്ഷം നമ്മൾ നിരന്തരം വിരിഞ്ഞ് ധരിക്കുക. രണ്ടാമത്തെ വ്യവസ്ഥയായിട്ട് പറയുന്നത് ജീവിത അന്തസ്സനുസരിച്ച് ശുദ്ധത എന്ന പുണ്യം പാലിക്കാൻ തയ്യാറാവണം. ഇന്ന് സാത്താൻ മനുഷ്യകുലത്തെ മുഴുവൻ വളരെ ശോചനീയമായ രീതിയിൽ വലിച്ചിഴച്ച് നരകത്തിൽ കൊണ്ടുപോകുന്നത് ഈ ലൈംഗികതയുടെ മേഖലയിലാണ്. ലൈംഗികതയ്ക്കെതിരായ പാപങ്ങൾ ചെയ്യുവാൻ ഇന്ന് മനുഷ്യൻ ഏതാണ്ട് നിർബന്ധിതരാകുന്നത് പോലെയാണ്.
നമ്മൾ ചുറ്റും വളർന്നു വന്ന സംസ്കാരം ഈ തിന്മയെ, പാപത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് സെക്സാണ് എന്ന രീതിയിൽ ഇന്ന് സംസ്കാരം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സാത്താൻ്റെ തന്ത്രം തന്നെയാണ്. ഇതിന് നമ്മൾ ചെറുത്ത് നിൽക്കണം. ഇതിന് നമ്മൾ ബോധപൂർവ്വം എതിർക്കണം. നമ്മുടെ ജീവിതത്തിലെന്നല്ല, നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ പരിചയക്കാരിലും ബന്ധപ്പെട്ടവരിലും ഒന്നും ഈ ഒരു തിന്മ കടന്നു വരാതിരിക്കാൻ, ഈ ഒരു തിന്മ അവരെ അധപ്പതിപ്പിച്ച് കളയാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഒത്തിരി ഭക്തി പ്രചരിപ്പിക്കുക. മാതാവിന് സ്തുതിക്കായുള്ള ജപമുണ്ട്. 7 സ്വർഗസ്ഥനായ പിതാവ്, 7 നന്മ നിറഞ്ഞു മറിയം, 7 തീർത്ഥസ്തുതി. ഇത് ദിവസവും ചൊല്ലി കർമ്മൽ മാതാവിൻ്റെ, ഒത്തിരി മാതാവിൻ്റെ സ്തുതിക്കായി കാഴ്ചവയ്ക്കുക. പിന്നെ ഒത്തിരിയും പ്രചരിപ്പിക്കുക. രോഗികളെയും മറ്റും സന്ദർശിക്കുമ്പോൾ അവർ ഒത്തിരിയും ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒത്തിരിയത്തെ താല്പര്യമില്ലാതിരിക്കുന്നവർ ഒത്തിരിയത്തിന് പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ കൂടുതൽ പേരെ ഒത്തിരി ഭക്തിയിലേക്കും അതുവഴി മാതാവിലേക്കും മാതാവ് വഴി യേശുവിലേക്കും നയിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ തന്നെ നിത്യരക്ഷ കൂടുതൽ സുരക്ഷിതമാവുകയാണ്. മാതാവിൻ്റെ മഹത്വം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. സാത്താൻ നമ്മൾ പരാജയപ്പെടുത്തുകയാണ്. അവസാനം എൻ്റെ വിമലഹൃദയം വിജയിക്കും എന്ന മാതാവിൻ്റെ ആ വാഗ്ദാനം നിറവേറുവാൻ നമ്മൾ മാതാവിനെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ്. സർവസൈന്യാധിപതിയായ മാതാവിൻ്റെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് സാത്താനെതിരെ പടപൊരുതുവാൻ, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ, പാപത്തിനെതിരെ വലിയ പോരാളികളാകുവാൻ മാതാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഒത്തിരിയും ധരിക്കുമ്പോൾ നമ്മൾ വളരെ വലിയൊരു സൈനിക നിരയായി മാറുകയാണ്. വളരെ വലിയൊരു സൈനിക നിര. ആ സൈനിക നിരയെ കാണുമ്പോൾ സാത്താൻ ഭയന്ന് വിറക്കും. അവന് കൈകാലിൽ വിറച്ചിട്ട് മാതാവിനെതിരെയുള്ള, യേശുവിനെതിരെയുള്ള, സ്വർഗരാജ്യത്തിനെതിരെയുള്ള യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്തവനായിത്തീരും. അതുകൊണ്ടാണ് ഒരിക്കൽ അമ്രോത്ത് എന്ന ഒരു വലിയ ഭൂതോച്ചാടകൻ, മാർപ്പാപ്പയുടെ അംഗീകാരം കിട്ടിയിരുന്ന വളരെ വലിയൊരു ശക്തനായ ഭൂതോച്ചാടകനായിരുന്നു ഈ അമ്രോത്ത്. അദ്ദേഹം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഈ പിശാചുക്കളോട്, തൻ്റെ അധീനതയിൽ വന്നിരിക്കുന്ന പിശാചുക്കളോട് ചോദിക്കും, അവരെക്കൊണ്ട് മറുപടി പറയും. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പല പ്രാവശ്യം സാത്താൻ പറഞ്ഞിട്ടുള്ളതാണ്, നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതെനിക്ക് ഏറ്റവും ദുസ്സഹമായ ഒരു കാര്യമാണ്. ജപമാല ചൊല്ലുമ്പോൾ 153 മണി ജപം. പണ്ട് 153 മണിയായിരുന്നു, ഇന്നത് 203 മണി ജപമായി. 5 രഹസ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തപ്പോൾ. അപ്പോൾ ഈ ഒരു പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ 203 പ്രാവശ്യം നമ്മൾ നന്മ നിറഞ്ഞു മറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലുന്നു. ആ 203 പ്രാവശ്യം സാത്താൻ്റെ കോട്ടയിൽ വലിയ പീരങ്കി ചെന്ന് പതിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് ഈ സാത്താൻ തന്നെ പറയുന്നുണ്ട്, ജപമാലയുടെയും ഉത്തിരിയത്തിൻ്റെയും ശക്തി ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എൻ്റെ സാമ്രാജ്യം പണ്ടേ നശിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹമാണ് ഈ ആയുധങ്ങൾ, മാതാവ് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ. നമ്മൾ വിജയത്തിലെത്തണം. നമ്മൾ സാത്താൻ്റെ അടിമകളായി തുടരരുത്. സാത്താൻ നമ്മൾ ജയിച്ച് കീഴടക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി മാതാവ് നമുക്ക് നൽകുന്ന ആയുധങ്ങളാണ്, സ്വർഗീയ ആയുധങ്ങളാണ് ഈ ഉത്തിരീയവും ജപമാലയും. ഇതുവഴി നമുക്ക് തീർച്ചയായും വിജയം വരിക്കാൻ സാധിക്കും. മാതാവിന് വിജയം നേടിക്കൊടുക്കുവാൻ
നമ്മൾ മാതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ വലിയ ഈ ആനുകൂല്യങ്ങൾ, ഈ പ്രത്യേകമായ ശക്തിയുടെ സ്രോതസ് നമ്മൾ അവഗണിച്ച് കളയാതെ അത് എടുത്തു പ്രയോഗിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വെന്തീഞ്ഞ ഉത്തിരിയം ഒരു കവചമാണ്. പടയാളികൾ പോർക്കളത്തിലേക്ക് പോകുമ്പോൾ കവചം ധരിക്കും. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് വാളും കുന്തവും അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ശത്രു തൊടുത്തു വിടുന്ന അമ്പ്, കുന്തം, വാള് എന്നിവയൊക്കെ ചേർത്ത് നിർത്താൻ, ശരീരത്തിൽ മുറിവ് ഏൽപ്പിക്കാതിരിക്കാൻ ശരീരം മുഴുവൻ മൂടി വയ്ക്കുന്ന കവർ ചെയ്യുന്ന കവചമാണ് ഇരുമ്പ് കൊണ്ടുള്ള പടച്ചട്ട. അത് ധരിക്കുമ്പോൾ അത്രയും സുരക്ഷിതത്വം കിട്ടുകയാണ്. അതുപോലെ സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുവാൻ മാതാവ് തന്നിരിക്കുന്ന കവചമാണ് തിരുവുത്തിരിയം. ആ ഉത്തിരിയെ നമ്മൾ ധരിക്കണം. അത് മനസ്സോടെ മറ്റുള്ളവരെന്ന് വിചാരിക്കുമെന്ന് കരുതി അപമാനബോധത്തോടെ ലജ്ജയോടെ ഒക്കെ ധരിക്കേണ്ടതല്ല. അഭിമാനത്തോടും സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ ഈ കവചം ധരിച്ചുകൊണ്ട് നമ്മൾ മാതാവിനോട് ചേർന്ന് നിന്ന് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാകുക. അതുപോലെ തന്നെ ഉപയോഗിക്കുവാനുള്ള ആയുധമാണ്, പണ്ടത്തെ രീതി അനുസരിച്ചാണെങ്കിൽ വാളാണ് ജപമാല. അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുതെ ഷോയ്ക്ക് വേണ്ടി, ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി കൊണ്ടു നടക്കാനുള്ളതല്ല, എടുത്തു പ്രയോഗിക്കാനുള്ളതാണ്. ജപമാല ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ശക്തി സാത്താന് അനുഭവപ്പെടുന്നതും സാത്താൻ പരാജയപ്പെടുന്നതും. അല്ലാതെ നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്നു, കയ്യിൽ ചുറ്റിയിട്ടുകൊണ്ട് നടക്കുന്നു, അതുകൊണ്ടൊന്നും സാത്താൻ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ മാതാവ് കൊന്ത തന്നിരിക്കുന്നത് എടുത്തു പ്രയോഗിക്കുവാനാണ്, ചൊല്ലുവാനാണ്. ഒത്തിരി തന്നിരിക്കുന്നത് കവചമായി ധരിച്ച് രക്ഷ നേടുവാനാണ്. മാതാവ് നമ്മെക്കുറിച്ച് താല്പര്യമുണ്ട്. മാതാവ് നമ്മുടെ സുരക്ഷ ആഗ്രഹിക്കുന്നു. അങ്ങനെ മാതാവ് നമുക്ക് നൽകുന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടുകൂടെ മാതാവിനോട് ചേർന്ന് നിന്ന് മാതാവിനോടൊപ്പം ദൈവരാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ, യുദ്ധം ചെയ്യാൻ. നമ്മളൊക്കെ പടയാളികളാണ്. യുദ്ധക്കളത്തിലാണ് നമ്മൾ. യുദ്ധക്കളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ശത്രു പോരാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ അലസമായി, ആയുധമൊന്നും കരുതാതെ അലക്ഷ്യമായി ഉറക്കം തൂങ്ങി ഒക്കെ നിന്നാൽ നമ്മൾ പരാജയം സുനിശ്ചിതമാണ്. അപ്പോൾ പടക്കളത്തിലാണ്, പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി, ഉണർവോടും ശക്തിയോടും ധൈര്യത്തോടും കൂടെ പടപൊരുതാൻ തന്നെ നമ്മൾ തയ്യാറായി നിൽക്കണം. അപ്പോഴാണ് മാതാവിന് നമ്മിലൂടെ വിജയം വരിക്കാൻ സാധിക്കുന്നത്, ദൈവരാജ്യം നമ്മിലൂടെ വിസ്തൃതമാകുന്നത്. നമുക്ക് മാതാവ് നൽകുന്ന ഈ വലിയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാതാവിനോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഞാൻ മാതാവിൻ്റെ മകനാണ്, മാതാവിൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാം. ചിലർ പറയാറുണ്ട്, ഈ ഉത്തിരിയം ധരിച്ചാൽ നിത്യരക്ഷ പ്രാപിക്കും, നിത്യശിക്ഷയിൽ വീണു പോവുകയില്ല എന്നാണെങ്കിൽ ഒരു ഉത്തിരിയങ്ങ് ധരിച്ചാൽ മതിയല്ലോ, പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാമല്ലോ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വർഗത്തിൽ പോവുകയും ചെയ്യാം. ഇതൊക്കെ സാത്താൻ തോന്നിക്കുന്ന മുടന്ത ന്യായങ്ങളാണ്, സാത്താന്യ ന്യായങ്ങളാണ്. മാതാവ് തിരുവുത്തിരിയം നൽകുമ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ ഉത്തിരിയം കഴുത്തിലിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ജീവിച്ച് സ്വർഗത്തിൽ പോകാമെന്നല്ല. ഈ ഉത്തിരിയം ധരിക്കുന്നുവെങ്കിൽ നമ്മൾ മാതാവിൻ്റേതാണ്, മാതാവ് പ്രതിഷ്ഠിതരാണ്. അപ്പോൾ മാതാവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ ജീവിക്കും. മാതാവിൻ്റെ നന്മകൾ നമ്മൾ അനുകരിക്കുവാൻ പരിശ്രമിക്കും. മാതാവിൻ്റെ പാത പിന്തുടരുവാൻ നമ്മൾ തയ്യാറാകും. അതിനുള്ള ശക്തിയാണ്
മാതാവ് നമുക്ക് നൽകുന്നത്. ആ ശക്തി അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്ക് സ്വർഗരാജ്യം സുനിശ്ചിതമാണ്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാതെ വെറുതെ ജൽപ്പനങ്ങളുമായിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്കൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല. മാതാവ് നൽകുന്ന കരുത്താണ്, ശക്തിയാണ്, അനുഗ്രഹമാണ്, പ്രത്യേകമായ നമുക്ക് വേണ്ടി നൽകുന്ന അവിടുത്തെ ആ അനുഗ്രഹമാണ്. അത് നമ്മൾ നിറവേറ്റിക്കും. മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, മാതാവിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിത്തീരും. അപ്പോൾ നമുക്ക് ഈ വിജയം വരിക്കാൻ സാധിക്കും. നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദിവ്യാനാഥനായ യേശുവിനെ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്കായി തൻ്റെ ഏകജാതനെ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ മക്കളായി യഥാർത്ഥ ഒത്തിരിയ ഭക്തരായി ജീവിക്കുവാനുള്ള വരത്തിനായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.